ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു മാസമാണ്. എന്നിരുന്നാലും ഏഴരശനിയൊക്കെ കണ്ടകശനിയൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥയും വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഈ മാസം അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഉള്ള എല്ലാ യോഗങ്ങളും ഭാഗ്യങ്ങളും ഉണ്ട്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുക തന്നെ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ദീർഘനാളുകളായിട്ട് വലഞ്ഞ് ചികിത്സ കിട്ടാതെയും ചികിത്സ ചെയ്തിട്ടും ഫലിക്കാതെയും ഒക്കെ ഉള്ളവർക്ക് ഈ മാസം ചികിത്സ ഫലിക്കുന്നതിനും രോഗവിമുക്തി ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ രംഗത്ത് മന്ദത അനുഭവിക്കുക, ഏത് ജോലികൾ ചെയ്യുന്നവരായാലും അവിടെയൊക്കെ ഒരു പഴി കേൾക്കേണ്ടി വരിക, സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലികൾക്കായാലും ഇടപാടുകാരിൽ നിന്ന് പഴി കേൾക്കേണ്ടി വരിക, അതല്ല മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ മേലധികാരികളിൽ നിന്നോ കീഴ് ജീവനക്കാരിൽ നിന്നോ ഒക്കെ ഒരു നിസ്സഹകരണം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടി തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുന്നതാണ്. കടങ്ങളൊക്കെ വീടുവാൻ തുടങ്ങും. മുൻകാലങ്ങളിൽ ശ്രമിച്ചിട്ട് സാധിക്കാത്ത കടങ്ങളൊക്കെ വീടുവാൻ ആരംഭിക്കുന്ന സമയമാണ്. കൂടാതെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാനായിട്ടും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ സമയമാണ്. പ്രത്യേകിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുകയോ മറ്റ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം, അതിനൊക്കെ സൂചനയുണ്ട്. എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും ഒക്കെ ഒരു സഹകരണം വന്നു ചേരുവാനായിട്ടും യോഗമുള്ള ഭാഗ്യമുള്ള നല്ല ഒരു മാസം. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് കാർഷിക രംഗത്ത് നിന്ന് നല്ല ആദായം ലഭിക്കുന്നതിനും പുതിയ കൃഷി നല്ല രീതിയിൽ ആരംഭിക്കുന്നതിനും ഒക്കെ ഉള്ള സമയമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയം. ഡ്രൈവർമാർക്കായാലും, അതായത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കായാലും, മത്സ്യബന്ധനമോ വ്യാപാരമോ വിപണനമോ ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ മറ്റ് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും സന്തോഷമുള്ള അല്ലെങ്കിൽ വിജയം വന്നു ചേരുന്ന സമയമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവർ, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും, ഇനി അതല്ല സീരിയൽ രംഗമായാലും സിനിമാ രംഗമായാലും അഭിനയമോ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നവരോ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവരോ മറ്റ് രംഗ സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. പുതിയ എഗ്രിമെന്റുകളിൽ ഒപ്പുവെക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസ.